ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അതിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രിങ്കിൾസിൻ്റെ ഒരു ബോട്ടിലാണ്. നിങ്ങൾക്ക് ഈ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലില്ലെങ്കിൽ ഇതുപോലത്തെ ഏത് ടൈപ്പ് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ബോട്ടിൽ കട്ട് ചെയ്യണം. നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ത്രെഡാണ്. ഞാൻ എടുത്തിട്ടുള്ളത് മാക്രമിൻ്റെ ത്രെഡാണ്. നമുക്ക് വൂളൻ ത്രെഡ് ഉപയോഗിക്കാം, പിന്നെ അതുപോലെ തന്നെ ജൂട്ടിൻ്റെ ത്രെഡൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് പശ തേച്ച് വെക്കുക. ബോട്ടിൻ്റെ താഴ് ഭാഗത്താണ് ആദ്യം പശ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നല്ല നീറ്റായിട്ട് അതിൻ്റെ റെഡ് ഭാഗമൊന്നും കാണാത്ത രീതിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ട് B7000ൻ്റെ ഗമ്മാണ്. നമുക്ക് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ സ്റ്റിക്കായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് പശ തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെഡ് ഭാഗമൊക്കെ നന്നായിട്ട് മറച്ചിട്ട് കാണാത്ത രീതിയിൽ വേണം ത്രെഡ് ചുറ്റി കൊടുക്കാൻ. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലേസാണ്. എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് ലേസായിരുന്നു. വൈറ്റ് ആകുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂടും. അതുകൊണ്ട് ഞാൻ വൈറ്റ് ലേസ് തന്നെ എടുത്തത്. എന്നിട്ട് രണ്ട് ഭാഗത്തും താഴെയും മേലെയായിട്ട് ഒന്ന് ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാം. അതിൻ്റെ വലുപ്പം നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വൈറ്റ് ലേസ് തന്നെ വേണമെന്നില്ല, നമുക്ക് കളറിൻ്റെ ലേസ് ആയാലും ഭംഗിയുണ്ടാവും. എന്നിട്ട് പശ തേച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് ഭാഗത്തും പശ തേച്ച് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. എൻ്റെ ഗ്ലോവിൻ്റെ ബോട്ടിൽ ശ്രദ്ധിക്കേണ്ട, അത് തീരാനായിട്ടുണ്ട്. അപ്പോൾ പുതിയത് വാങ്ങണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലെ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഹാഫ് ബീഡ്സാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലേസ് ഒട്ടിച്ചില്ല അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്യാപ്പ് വിട്ടിട്ടോ അല്ലെങ്കിൽ ഗ്യാപ്പ് വിടാതെ എങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ താഴെ മേലായിട്ട് രണ്ട് സൈഡിലായിട്ടും ഹാഫ് ബീഡ്സ്, വൈറ്റ് ഹാഫ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.